നമസ്കാരം. ശബരിമലയിലെ പവിത്രമായ സ്വർണ്ണാഭരണങ്ങളും വിഗ്രഹങ്ങളും അപഹരിക്കപ്പെട്ട സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം SIT നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിലെ പ്രധാന പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാർ, വാസു എന്നിവരുടെ അറസ്റ്റും നിലവിലെ വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് പാർട്ടിയിലെയും ഭരണതലത്തിലെയും ഉന്നതരിലേക്കാണ്. തങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്നും തങ്ങളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുമെന്ന് കരുതിയ ഉന്നതർ തങ്ങളെ ചതിച്ചുവെന്നുമുള്ള പ്രതികളുടെ മൊഴികൾ ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പത്മകുമാറിൻ്റെ മാലിന്യങ്ങൾ എന്ന പ്രയോഗവും അയ്യപ്പൻ നോക്കിക്കോളും എന്ന വാക്കുകളും വികാരപരമായ പ്രതികരണങ്ങൾ എന്നതിലുപരിയായി പാർട്ടി നേതൃത്വത്തിന് നേരെ ഉയരുന്ന കടുത്ത അതൃപ്തിയുടെ സൂചനയായി തന്നെ വേണം കാണാനായിട്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ സർക്കാരും ഇപ്പോൾ ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേസിലെ മുഖ്യ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള ഔദ്യോഗിക പരിചയം മാത്രമാണുള്ളതെന്ന് കടകംപള്ളി അവകാശപ്പെടുമ്പോഴും ഇവർ തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. സ്പോൺസർമാരെ എത്തിക്കുന്നതിലും പണമിടപാടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള പങ്കും അത് സർക്കാരിലെ ഉന്നതരിലേക്ക് എത്തിയോ എന്ന കാര്യവുമാണ് ഇപ്പോൾ SIT പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. അന്വേഷണം വെറും ഉദ്യോഗസ്ഥരിലോ ഇടനിലക്കാരിലോ ഒതുങ്ങാതെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങുന്നത് സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളും വിഗ്രഹക്കടത്ത് സംഘങ്ങളുടെ പങ്കും CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ കരുത്തു പകരുകയാണ്. വിഗ്രഹങ്ങൾ കടത്തുന്നതിൽ പ്രഗത്ഭനായ D മണി എന്ന വ്യക്തിയുടെ സാമ്പത്തിക വളർച്ചയും അദ്ദേഹത്തിന് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധവും ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. ശബരിമലയിലെ യഥാർത്ഥ വിഗ്രഹങ്ങൾക്കും ആഭരണങ്ങൾക്കും പകരം ഡ്യൂപ്ലിക്കേറ്റുകൾ സ്ഥാപിച്ചുവെന്ന ആരോപണം ഭക്തസമൂഹത്തെ ആകെ ഇപ്പോൾ ഞെട്ടിക്കുന്നതാണ്. ബിനാമി അക്കൗണ്ടുകൾ വഴിയും അഡ്വക്കേറ്റുമാരുടെ സഹായത്തോടെയും നടന്ന ഈ കള്ളപ്പണ ഇടപാടുകൾ പാർട്ടി ഫണ്ടിലേക്കാണോ അതോ വ്യക്തിഗത ലാഭത്തിലേക്കാണോ പോയതെന്നതിനെക്കുറിച്ച് നിലവിൽ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി 2 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ സേവനം കൂടി ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കേസിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഗ്രഹക്കടത്ത് സംഘങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തകർക്കാൻ ഈ നീക്കം സഹായകമാകുമെന്ന് കരുതപ്പെടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖം നോക്കാതെ നടപടി എടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് SITക്ക് ഉള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 10ഓളം പേർ അറസ്റ്റിലായ ഈ കേസിൽ ഇനിയും 3-4 വൻ തോക്കുകൾ കൂടി വലയിലാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. CPMലെ ഈശ്വരവിശ്വാസമില്ലാത്ത നേതാക്കളെ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് അവരോധിക്കുന്നതിലെ യുക്തിശൂന്യത ഈ സംഭവത്തിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. പാർട്ടിയുടെ അച്ചടക്കമുള്ള കേഡർമാർ എന്ന നിലയിൽ മുകളിലുള്ളവരുടെ അനുവാദമില്ലാതെ ഇത്രയും വലിയൊരു കൊള്ള നടത്താനായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് കഴിയില്ലെന്ന നിഗമനമാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണവും ഉന്നതതല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. പാർട്ടി നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടൽ തെളിയിക്കപ്പെട്ടാൽ അത് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശബരിമലയിലെ ആചാരങ്ങളെ അട്ടിമറിക്കാനും സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിക്കാനും ശ്രമിച്ചവർ തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്ത് കവർന്നുവെന്ന ആരോപണം വിശ്വാസികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തരുടെ വൈകാരികമായ ബന്ധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയ ഈ പകൽ കൊള്ളയുടെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്നത് SITയുടെ വലിയ ഉത്തരവാദിത്തമാണ്. അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനായിട്ട് സമ്മർദ്ദം ശക്തമായി മാറും. വരും ആഴ്ചകളിൽ D മണിയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന കഴിയുന്നതോടെ പണം എങ്ങോട്ടാണ് ഒഴുകിയതെന്ന കാര്യത്തിൽ കൃത്യമായ ചിത്രം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.